നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛൻ എവിടെയാ മോളെ? ഇല്ല, അച്ഛൻ വന്നില്ല. വേറെ എന്താ ആവശ്യം? നീ എവിടെ പോയിരുന്നു സുരേന്ദ്ര? കടയിൽ നിന്ന് നേരത്തെ ഇറങ്ങിയെന്നാണല്ലോ ദേവൂട്ടി പറഞ്ഞേ. വേറെ ചില കാര്യങ്ങളുണ്ടായിരുന്നമ്മേ, അതൊക്കെ കഴിഞ്ഞപ്പോ നേരം വൈകി. വേറെ എന്താ കാര്യങ്ങള്? ഞാനൊന്ന് കുളിച്ചിട്ട് വരാമേ, നല്ല ക്ഷീണം. എന്നെന്താ സുരേട്ട വൈകിയേ? ഇന്ദുമതി, നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്ക, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അഖില എവിടെ? അവള് കഴിച്ചിട്ട് നേരത്തെ കിടന്നു. അമ്മേ, ഈ കുട്ടികളുടെ കാര്യങ്ങൾക്ക് എത്രയും വേഗം ഒരു തീരുമാനം ഉണ്ടാക്കണം. ഒരു കാര്യങ്ങൾക്ക് ഒരു വ്യവസ്ഥയല്ല, ഉറപ്പില്ല. എന്തു വേണോ എപ്പോ വേണോ സംഭവിക്കാം. ഇതെന്താ നിനക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു വെളിപാട്? അല്ല, ഞാൻ പൊതുവിൽ പറയായിരുന്നു. ആർക്ക് വേണോ എപ്പോ വേണോ എന്ത് സംഭവിക്കാം. അമ്മ കേട്ടിട്ടില്ലേ, കണ്ടുകണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. നമ്മളെയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, പെട്ടെന്നൊരു ദിവസം കാണാതാവും. അതാണ് ലോക സ്വഭാവം. ഭക്ഷണത്തിന്റെ മുമ്പിലിരുന്നാണോ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ പറയണേ? അല്ല, ഞാനൊരു ലോക സ്വഭാവം പറഞ്ഞേ ഉള്ളൂ. കുടിക്കേ. ഇരുന്ന ഇരിപ്പിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലേ ഈ കുടുംബം എങ്ങനെ നടക്കും? അഖിലയുടെ പഠിപ്പ്, വിനോദിന്റെ പഠിപ്പ്, വീട്ടുകാര്യങ്ങള്, എല്ലാത്തിനും കൂടി ദേവൂട്ടിയുടെ പൂക്കടയുടെ വരുമാനം മാത്രം മതിയാവില്ലല്ലോ. എന്റെ സുരേട്ട, വരാനുള്ളതൊന്നും വഴി തങ്ങൂല. വരാനിടയില്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ച് നമ്മളെ മനസ്സ് പുണ്ണാക്കേണ്ട കാര്യമൊന്നുമില്ല. ചേട്ടൻ അതും ഇതും പറയാതെ കഴിക്കാൻ നോക്ക്. അല്ല എന്തുമതി, ഞാൻ അതും ഇതും പറയുന്നതല്ല. പറയുന്നതിലൊക്കെ കാര്യമുണ്ടെന്ന് കരുതിക്കോ. എന്തായാലും ദേവൂട്ടിയുടെ കല്യാണം നടത്തണം, അതും എത്രയും പെട്ടെന്ന്. ഞാനും അതൊക്കെ തന്നെയാ നേരത്തെ മുതലേ പറഞ്ഞുകൊണ്ടിരുന്നേ. ആ സന്ദീപിന്റെ കാര്യമൊന്നും ശാശ്വതല്ല. അവൻ എപ്പോഴാ ഇഷ്ടം തെളിഞ്ഞ് അവന്റെ അച്ഛന്റെയും അമ്മയുടെ ഒക്കെ സമ്മതം വാങ്ങി ഇവളെ കെട്ടുന്നേ, അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. നമുക്ക് വേറെ വല്ല കേസും നോക്കാം. എന്റെ കൂട്ടുകാരിയെ ഒരു കോമളുണ്ട്. അവക്ക് അത്യാവശ്യം ഈ കല്യാണ ബ്രോക്കറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അവളോട് പറയാം. അവള് പറ്റിയ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരും. നോക്കണം. ഞാനും ആരോടെങ്കിലും ഒക്കെ പറയാം. എന്തായാലും ദേവൂട്ടിയുടെ കാര്യം കഴിഞ്ഞിട്ട് മതി അഖിലയുടെ കാര്യം. മതി മതി. എന്താടാ ആർക്കട്ടെ ഈ ഇടിയൊക്കെ? അപ്പാ, ദേവൂട്ടി വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്താൽ ഞാൻ സഹിക്കും. തല്ലിയാലോ ചവിട്ടിയാലോ പോലും ഞാൻ സഹിക്കും. പക്ഷെ അവനെ ഞാൻ സഹിക്കില്ല. നീ ഒരുമാതിരി എങ്ങും തൊടാ സംസാരിക്കല്ലേ. കാര്യം എന്താണെന്ന് പറയടാ. അവനില്ലേ, ആ വിക്രമനങ്ങളുടെ കൊട്ടേഷൻ കേസ്, ആ സന്ദീപ്, അവൻ ഇന്നും എന്നെ ഇൻസൾട്ട് ചെയ്തു. ദേവൂട്ടേച്ചിയോട് സംസാരിക്കാൻ സമ്മതിക്കാതെ
അവൻ എന്നെ ഒഴിവാക്കിയിട്ട് ചേച്ചിയും കൂട്ടിക്കൊണ്ട് പോയി. അവൻ കൊണ്ട് ഓടടാ, അത് നിനക്ക് നഷ്ടമല്ല ഉണ്ടോ? അപ്പാ, ദേവൂട്ടേച്ചിയുള്ള എന്റെ ഇഷ്ടം അപ്പനറിയാം. എന്നിട്ടാണ് ഈ വർത്താനം. ദേവൂട്ടേച്ചി എന്നോട് പിണങ്ങുന്നതിന്റെ ഒരേ ഒരു കാരണം അവനാ.